ഹായ്, സ്വാഗതം. ഫിസിക്സിലെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജന്റെ 3 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ എന്നത് ലാറ്റിൻ പദമാണ്. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓസോൺ എന്നത് ലാറ്റിൻ പദമല്ല, ഗ്രീക്ക് പദമാണ് ഓസോൺ എന്നത്. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. ശരിയാണ്. 21% ഓക്സിജനാണ് ഭൗമ ഉപരിതലത്തിൽ. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജന്റെ 3 ആറ്റങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മാവസ്ഥയിലാണ് ദ്രവ്യം ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജലസംഭരണിയിൽ ശേഖരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്നത് സ്ഥിതികോർജ്ജമാണ്. ശരിയാണ്. ജലസംഭരണിയിൽ ശേഖരിക്കുന്ന ജലത്തിന് ലഭിക്കുന്നത് സ്ഥിതികോർജ്ജമാണ്, സ്റ്റാറ്റിക് എനർജി. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജ്ജം കൂടുന്നു. ഇതും ശരിയാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജ്ജം കൂടുന്നു. ശബ്ദോർജ്ജത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇതും ശരിയാണ്. ശബ്ദോർജ്ജത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. ശബ്ദോർജ്ജത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. 1ാമത്തെ പ്രസ്താവന, ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജ്ജം വർദ്ധിക്കുമ്പോൾ വസ്തുവിന്റെ താപനില വർദ്ധിക്കുകയും താപനില കുറയുമ്പോൾ വസ്തുക്കളുടെ ഗതികോർജ്ജം കുറയുകയും ചെയ്യുന്നു. ശരിയായ പോയിന്റാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്നത് ചാലനം, അതായത് കണ്ടക്ഷൻ വഴിയാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത് കൺവെക്ഷൻ മുഖേനയാണ്, സംവഹനം മുഖേനയാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1ഉം 2ഉം ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജ്ജം വർദ്ധിക്കുമ്പോൾ വസ്തുവിന്റെ താപനില വർദ്ധിക്കുകയും താപനില കുറയുന്ന സമയത്ത് തന്മാത്രകളുടെ ഗതികോർജ്ജം കുറയുകയും ചെയ്യുന്നു. ശരിയായ സ്റ്റേറ്റ്മെന്റ്, ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്നത് ചാലനം വഴിയാണ്, അതായത് കണ്ടക്ഷൻ വഴിയാണ് ഖരപദാർത്ഥങ്ങളിൽ, സോളിഡ്സിൽ താപം പ്രസരിക്കുന്നത്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത് സംവഹനം വഴിയാണ്, അല്ലെങ്കിൽ കൺവെക്ഷൻ വഴിയാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത്. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡയനാമിക്സ്. താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോഡൈനാമിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ്. പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. 4 പോയിന്റ്സും ശരിയാണ്. മഴവിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? മഴവിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ, അപവർത്തനം മഴവിൽ ഉണ്ടാകുന്നതിനുള്ള കാരണമാണ്. വിസരണം മഴവിൽ ഉണ്ടാകുന്നതിനുള്ള കാരണമായിട്ട് പറയാൻ സാധിക്കില്ല. പ്രകീർണനം മഴവിൽ ഉണ്ടാകുന്നതിന്റെ കാരണമാണ്. കൂടാതെ പൂർണ്ണ ആന്തരിക പ്രതിഫലനവും മഴവിൽ ഉണ്ടാകാനുള്ള കാരണമാണ്. ഡിഫ്രാക്ഷൻ മഴവിൽ ഉണ്ടാകുന്നതിന്റെ റീസൺ അല്ല. അപവർത്തനം, പ്രകീർണനം, പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്നീ പ്രകാശ പ്രതിഭാസങ്ങളാണ് മഴവിൽ ഉണ്ടാകാൻ കാരണം. അപവർത്തനം, പ്രകീർണനം, പൂർണ്ണ ആന്തരിക പ്രതിഫലനം. അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഇത് സാന്ദ്രത വ്യത്യാസമുള്ള 2 മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി കടന്നു പോകുന്ന സമയത്ത്, സഞ്ചരിക്കുന്ന സമയത്ത് ആ പ്രകാശരശ്മിയുടെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. നമ്മൾ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായിട്ട് തോന്നുന്നതിൻ്റെ കാരണം അപവർത്തനമാണ്. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലൊരു സ്കെയിലോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഇത്തിരി വളഞ്ഞതായിട്ട് കാണപ്പെടും. അതിൻ്റെ കാരണം റിഫ്രാക്ഷൻ ആണ്. കൂടാതെ സൂര്യോദയത്തിന് അല്പം മുന്നേയും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം നമുക്ക് കാണാൻ സാധിക്കുന്നതും ഈ റിഫ്രാക്ഷൻ കൊണ്ടാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിൻ്റെ കാരണവും അപവർത്തനമാണ്, റിഫ്രാക്ഷൻ ആണ്. ആകാശം നീല നിറത്തിൽ കാണാൻ സാധിക്കുന്നത് വിസരണം മൂലമാണ്. ആകാശം നീല നിറത്തിൽ കാണാൻ സാധിക്കുന്നത് വിസരണം മൂലമാണ്. ഡയമണ്ട്സിന്റെ തിളക്കത്തിന് കാരണം
പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ് ഡയമണ്ട്സ് തിളക്കമാർന്നതായിട്ട് കാണപ്പെടുന്നത്. ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭങ്കനം. ഇത് സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റിയിട്ട് പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന്റെ കാരണം ഈ വിഭങ്കനമാണ് അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ആണ്. നിഴലുകളുടെ അരിക് അവ്യക്തവും ക്രമരഹിതവുമായി കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. CD-യിലൊക്കെ മഴവിൽ നിറങ്ങൾ കാണപ്പെടാനുള്ള കാരണവും ഡിഫ്രാക്ഷൻ ആണ്. അടുത്ത ചോദ്യം, ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവികൾക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്നത് ബിലോ 20 ഹെർട്സിൽ ഉള്ള സൗണ്ടിനെയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. ഇതിൽ തിമിംഗലവും ജിറാഫുമാണ് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവികൾ. സ്റ്റേറ്റ്മെന്റ്: ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. അതിന്റെ കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ്. ഈ സ്റ്റേറ്റ്മെന്റും റീസണും ശരിയാണ്. അതുപോലെ സ്റ്റേറ്റ്മെന്റിനുള്ള ശരിയായ വിശദീകരണമാണ് റീസൺ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് GSLV F-10. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് GSLV F-10. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ബോയിൽസ് ലോ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. താപനില സ്ഥിരമായിരിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. താപനില സ്ഥിരമാണെങ്കിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം മുകളിലേക്ക് വരുന്തോറും കൂടി വരുന്നു. ഇതിന്റെ കാരണവും നമുക്ക് ബോയിൽസ് ലോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അതിന്റെ പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് പിണ്ഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത്. ഇത് ഒരു സമയത്തും മാറുന്നില്ല. മറിച്ച് ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിന്റെ അളവാണ്. ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ പ്രവർത്തിക്കുന്ന ഗുരുത്വാകർഷണത്തിന്റെ അളവാണ്. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ. ജാൻ ടെല്ലർ മെറ്റലാണ് ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. പ്രപഞ്ചത്തിൽ 99% ദ്രവ്യവും കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. പ്ലാസ്മ അവസ്ഥയിലാണ് 99% ദ്രവ്യവും കാണപ്പെടുന്നത്. ദ്രവ്യത്തിന്റെ അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, റൈഡ്ബർഗ് മാറ്റർ, ജാൻ ടെല്ലർ മാറ്റർ. ദ്രവ്യത്തിന്റെ 10ാമത്തെ അവസ്ഥയാണ് ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. 10ാമത്തെ അവസ്ഥയാണ് ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? AC വോൾട്ടേജ് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. AC വോൾട്ടേജ് താഴ്ത്തുകയോ ഉയർത്തുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമറുകൾ യൂസ് ചെയ്യുന്നത്. തെരുവ് വിളക്കുകളിൽ പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ്? പാരലൽ ആയിട്ടാണ്, അതായത് സമാന്തര രീതിയിലാണ് തെരുവ് വിളക്കുകളിൽ പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഡൈനാമോയുടെ പ്രവർത്തനം അടിസ്ഥാനമാക്കിയിരിക്കുന്ന തത്വം ഏതാണ്? ഊർജത്തെ
പരിവർത്തനം ചെയ്യുക എന്ന തത്വമാണ് ഡൈനാമോയുടെ പ്രവർത്തന തത്വം. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇങ്ങനെ ലഭ്യമായ ബലം, അതായത് റിസൾട്ടന്റ് ഫോഴ്സ് 0 തുല്യമല്ല. അതിന്റെ കാരണം അവ വ്യത്യസ്ത വസ്തുക്കളിൽ പ്രയോഗിക്കുന്നത് കൊണ്ടാണ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇങ്ങനെ ലഭ്യമായ ബലം, റിസൾട്ടന്റ് ഫോഴ്സ് 0 തുല്യമല്ല. അതിന്റെ കാരണം അവ വ്യത്യസ്ത വസ്തുക്കളിൽ പ്രയോഗിക്കുന്നത് കൊണ്ടാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പവറിന്റെ യൂണിറ്റ്? പവറിന്റെ യൂണിറ്റ് ആണ് ജൂൾ പെർ സെക്കൻഡ് വാട്ട്. വാട്ടും ജൂൾ പെർ സെക്കൻഡും ആണ് പവറിന്റെ യൂണിറ്റ്. എനർജിയുടെ യൂണിറ്റ് ആണ് ജൂള്. എനർജിയുടെ CGSലെ യൂണിറ്റ് ആണ് എർഗ്. എനർജിയുടെ യൂണിറ്റ് ആണ് ജൂളും എർഗും. എനർജിയുടെ SI യൂണിറ്റ് ജൂള്, എനർജിയുടെ CGS യൂണിറ്റ് ആണ് എർഗ്. ലേസർ രശ്മികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ലേസർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ശരിയാണ്, ലേസർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ലേസർ പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇതും ശരിയാണ്, ലേസർ പ്രകാശത്തിന്റെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ലേസറിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ലേസറിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ചുവടെ പറയുന്നവയിൽ സദിശ അളവുകൾ അല്ലാത്തത് ഏതാണ്? സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി അല്ലാത്തത് എനർജിയാണ്. ഊർജം ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഊർജം ഒരു അദിശ അളവാണ്. അതായത് ദിശയും മാഗ്നിറ്റ്യൂഡും ഉള്ള അളവുകളാണ് വെക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സദിശ അളവുകൾ. ഒരു വലിയ മഞ്ഞുമലയുടെ അടിഭാഗമാണ് എല്ലായ്പ്പോഴും ഉരുകുന്നത്. മുകൾ ഭാഗം ഉരുകുന്നില്ല. അതിന്റെ കാരണം ഉയർന്ന മർദ്ദം കാരണം മഞ്ഞുമലയുടെ അടിഭാഗത്തെ ദ്രവണാങ്കം കുറവായതുകൊണ്ട്. ഉയർന്ന മർദ്ദം കാരണം മഞ്ഞുമലയുടെ അടിഭാഗത്തെ ദ്രവണാങ്കം കുറവായതുകൊണ്ടാണ് ഒരു വലിയ മഞ്ഞുമലയുടെ അടിഭാഗം എല്ലായ്പ്പോഴും ഉരുകുന്നത്. മുകൾ ഭാഗം ഉരുകുന്നില്ല. 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 50 ഗ്രാം ജലവും 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 50 ഗ്രാം ഐസും തമ്മിൽ ചേർന്ന മിശ്രിതത്തിന്റെ ഊഷ്മാവ് എത്രയായിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അതിന്റെ ഊഷ്മാവ്. പ്രാഥമിക വർണ്ണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ചുമപ്പ്, പച്ച, നീല. ഈ നിറങ്ങൾ ഉപയോഗിച്ച് മറ്റെല്ലാ നിറങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ 3 നിറങ്ങളെ പ്രാഥമിക നിറങ്ങൾ എന്ന് പറയുന്നത്. RGB, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇതിൽ ഉൾപ്പെടാത്തത് മഞ്ഞയാണ്. മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വർണ്ണത്തിനെയാണ് നമ്മൾ ദ്വിതീയ വർണ്ണം എന്ന് പറയുന്നത്. കൂളം എന്നത് ഏതിന് തുല്യമാണ്? കൂളം എന്നത് 1 ആംപിയർ പെർ സെക്കൻഡിന് തുല്യമാണ്. ഒരു ചാലകത്തിന്റെ, അതായത് ഒരു കണ്ടക്ടറിന്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രതിരോധത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു ചാലകത്തിന്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കൂടുന്നു. കാഥോഡ് രശ്മികൾ എന്നറിയപ്പെടുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. കാഥോഡ് റേസ് എന്നറിയപ്പെടുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്.